ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ലവ്. സോ ഇന്ന് നമ്മൾ സ്റ്റുഡിയോ ഒന്ന് ഒരു വലിയ ബാഗ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മേടിച്ചിട്ട് ഇപ്പോൾ ഹോളായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞാലേ ഏറ്റവും ആദ്യം ഡ്രസ്സിൻ്റെ സെക്ഷനിൽ തുടങ്ങാം. എനിക്കും ചേട്ടനും അപ്പയ്ക്കും മാത്രമേ മേടിച്ചുള്ളൂ. അതാണ് ഫസ്റ്റ് എൻ്റെ ചെയ്യണം. എന്നിട്ട് ഒരു പാൻറ്റ് പ്ലെയിനാണ്, പാർവ് അങ്ങനത്തെ ടൈപ്പല്ല. പക്ഷേ ഗേൾസിൻ്റെ ആ ഒരു സെക്ഷനിൽ കളക്ഷൻ കുറവായിരുന്നു, കുറച്ച് കുറവായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ഇവിടെ വന്നിട്ട് ഇതൊരു വൈഡ് ലെഗ് പാൻറ്റ് പോലെ സ്മോൾ സൈസായിട്ട് എനിക്ക് ഓൾറെഡി വണ്ണം കുറവാണ്. ഇതിന് 799 ആണ് റുപ്പീസ് വരുന്നത്. ഇത് ഒരു കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പിടിക്കാം. ഓക്കെ, ഞാൻ പോണ വീഡിയോ ഒക്കെ പിന്നെ ഇത് പിന്നെ ഇങ്ങനത്തെ ഒരു ടോപ്പ് എടുത്തു കേട്ടോ. ഷർട്ട് ഇത് മീഡിയം സൈസാണ്, സ്മോൾ അവിടെ ഉണ്ടായില്ല. അല്ലെങ്കിൽ ഞാൻ സ്മോൾ എടുക്കാന് ഇതെല്ലാം എല്ലാം മീഡിയത്തിൻ്റെ എല്ലാം മീഡിയം ആയിരുന്നു കേട്ടോ അവിടെ. ഞാൻ വേണമെങ്കിൽ രണ്ട് ബട്ടൺസ് ഇട്ട് കാണിക്കാം. കാരണം എന്താ ഒരു ഷേപ്പിലേക്ക് കിടക്കുന്നത്. രണ്ടും പെയർ ചെയ്യാനായിട്ടോ ഇതിന് 599 ആണ്. മീഡിയം സൈസ് തന്നെയാണ്. രസമുണ്ട് കാണാൻ. ഇത് രണ്ടും കളേഴ്സ് നല്ലൊരു കോമ്പിനേഷൻ. ഇനി ചേട്ടൻ്റെ ജീൻസാണ്. ഇതും സ്റ്റുഡിയോ തന്നെ, എല്ലാ സ്റ്റുഡിയോ അത് പറഞ്ഞ് ഉറപ്പിക്കണം. ലൂസ് ഫിറ്റ് ആട്ടോ. ഓക്കെ, 30 സ്മോളാണ്. ഇതിന് 899 ആണ് കേട്ടോ. ഒരു വലിയ ഗ്രീൻ കളർ. എനിക്ക് ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ഒരു അത്യാവശ്യം വൈഡിലേക്ക് ഒരു സ്ട്രെയിറ്റിലേക്കാണ് തോന്നുന്നത്. അപ്പം അറിയില്ല, വൈറ്റ് പോക്കറ്റ്സ് വരുന്നുണ്ട്. രസമുണ്ട്. ചേട്ടൻ്റെ പാകാവുണ്ടാവുമ്പോൾ നമുക്ക് ഇടാം ആണല്ലോ. ഇനി അപ്പയും ചേട്ടയും കൂടെ സെയിം ഇതാട്ടോ ഷർട്ടാണ് എടുത്തത്. ഇത് ചേട്ടൻ്റെ തന്നെ മീഡിയം സൈസ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399. ഒരു കോട്ടൻ്റെ ആട്ടോ, രസമൊക്കെ എടുത്തു. പിന്നെ അപ്പയുടെ ജീൻസാണ്. ഞാൻ അവസാനം മേക്കപ്പിൻ്റെ ഹോൾ ചെയ്യാട്ടോ, ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് കാണാതെ പോയി. ഇത് അപ്പയുടെ തന്നെ. അപ്പയ്ക്ക് പിന്നെ ഇങ്ങനത്തെ ഇഷ്ടമാണ്. കുഴപ്പമില്ല എന്നാലും. ഇതും സെയിം സംഭവം തന്നെ കാണിക്കുന്നത്, സെയിം പ്രൈസ് തന്നെയാണ്. ഇത് മീഡിയം 399. എല്ലാം ഞാൻ വെച്ച് വരിട്ടേക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നത് 2 ജീൻസ് ഉള്ളതായിരുന്നു. ഡാർക്ക് എനിക്കറിയില്ല. ഇത് 799. ഇത് 30s സ്മോൾ. ആരും വിളിക്കുന്ന തോന്നുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ജീൻസ്. ഇനി നമുക്ക് മേക്കപ്പ് ഹോൾ ചെയ്യാം. അങ്ങനെ അധികം സാധനങ്ങളൊന്നും എത്തില്ല, ഒരു 5 പിന്നെ സ്റ്റുഡിയോയിലെ മേക്കപ്പ് കളക്ഷൻ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ സംഭവങ്ങളെ കാണിച്ചിട്ട്
ആണെന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റുഡിയോന്റെ പുതിയ ലോഞ്ച് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ടിപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. സംഭവം കേളിങ് മസ്കാര. ഇത് അമ്മയ്ക്ക് മസ്കാര ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടം മസ്കാര അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ എടുത്ത ഒരു മസ്കാരയാണ്, കേളിങ് മസ്കാര. അമ്മയ്ക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് ഐലാഷസ് ഉണ്ടോന്ന്, ഐലാഷസ് ഉണ്ടോന്ന് തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, പറയണതാണോന്ന് അറിയില്ല. സ്റ്റുഡിയോയിൽ പോയതിൻ്റെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ മൈസെല്ലാർ വാട്ടർ ഇട്ടിട്ട് അവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കഴുകി കളയാനുള്ള മൈസെല്ലാർ വാട്ടറും നെയിൽ റിമൂവറും ഉണ്ടല്ലോ, അതൊന്നും എടുത്തിട്ട് ചെയ്തിട്ട് പോയില്ല. ഇത് നമുക്ക് പൊട്ടിക്കാം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പുള്ളി ചെയ്തപ്പോൾ വന്നു. സാധനങ്ങളെ പറഞ്ഞു ഓക്കെ. ഇത് മറ്റേ കേസും കൂടെ കൂടിയിട്ടൊന്ന് എടുക്കാം. ഞാനിപ്പോൾ മസ്കാര ഒന്നുമില്ല, ജസ്റ്റ് കണ്ണെഴുതി ബ്ലഷ് ഇട്ട് വെച്ചിട്ട് കിട്ടും. പിന്നെ ഐബ്രോസ് ഒന്നും ഇത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കഴിഞ്ഞില്ല. ജെല്ലുണ്ടോ അറ്റത്തിൽ ജെല്ലിന് ഇട്ട് നോക്കാം. കണ്ണാടി ഒന്നുമില്ല, ഫോണിൽ നോക്കിയിട്ട് കുഴപ്പമില്ല. എനിക്ക് സ്റ്റുഡിയോന്റെ മസ്കാര ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ഇതിനു മുമ്പ് മേടിച്ചൊരു മസ്കാര എൻ്റെ പോലും നമ്മൾ ഐലാഷസ് കേളി ചെയ്താലും പോലും ഇതിട്ടാൽ മതി. വേറെ ഞാൻ കാണിച്ചു തരാം സാധനം. ഇത് ഞാൻ കണ്ണാടി പോയി ഇട്ട് നോക്കിയിട്ട് വരാം. ഞാൻ ഇട്ടിട്ട് നോക്കും. പിന്നെ നിങ്ങൾ എന്നെ കണ്ടിട്ട് വരാം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ അത് കണ്ടോ, ഐലാഷസ് കേളായിരിക്കണത് ഞാൻ ഇപ്പുറ സൈഡിൽ ഇട്ടിട്ടില്ല, അപ്പുറ സൈഡിൽ ഇട്ടിട്ടുണ്ട്. എന്താ കാണാൻ പറ്റില്ല, എവിടെ പോയി? ലാഷസ് കേളായിട്ടുണ്ട്. അടുത്ത് ഉണ്ടാവും നല്ല ഒരു ഇത് തന്നെയുണ്ട്. രൂപ മേടിച്ചത് വോളിമൈസിങ് മസ്കാരയാണ്. സെറ്റ് മറ്റൊന്ന് ടിപ്പ് വേറൊരു രീതിയിലാണ്. ഞാൻ സൂര്യനെ കുറിച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ട്, അത് ഞാൻ റിവ്യൂ ചെയ്യാം. ഓക്കെ, അത് ഇത് നല്ല രസമുണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടു. ഇത് ഒട്ടിലേക്ക് ലാഷസിൻ്റെ ഹെയർ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നില്ല, ക്ലബിന് അങ്ങനത്തെ സംതിങ് ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അതങ്ങനെ ചെയ്താൽ നല്ല ഇതാണ് കേട്ടോ, വേഗം ഉണങ്ങുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇത് മേടിച്ച് എൻ്റെ 2 കാര്യങ്ങളാണ്. ഒന്ന് ലാഷസ് ഇടണം, പിന്നെ നിറ മറയ്ക്കണം. ഇതാണ് മെയിൻ. ഓക്കെ, ഇനി നമുക്ക് അവർക്കടെ ചീക്കി ഷൈൻ ഹൈലൈറ്റർ നോക്കാം. ഇതിന് 199. ഇതിൻ്റെ ഞാൻ പ്രൈസ് പറഞ്ഞില്ലല്ലോ, ഇതിന് 199 ആണ് കേട്ടോ. 199, ഇതിനും 199. തല എഴുതിയാണ്, ഊരിൽ പൊട്ടിക്കലാണ് പണി. പൊട്ടിക്കണം ഇഷ്ടത്തില്ല. ഞാൻ അവിടെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എടുത്തതാണ്. പിന്നെ വേസ്റ്റ്
കാണിച്ചില്ല ഞാൻ. പൊട്ടിക്കാൻ പിരായി പോകുന്നുണ്ടോ? എനിക്കിതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ പശ ഇങ്ങനെ പിടിക്കുന്നുണ്ടോ? അതിഷ്ടമല്ലാത്ത ഈ ചെളിയൊക്കെ ഇവിടെ വന്നിങ്ങനെ പറ്റിയിരിക്കും. സാധനം ട്രൈ ചെയ്യാം. ഇങ്ങനത്തെ സപ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കൊടുക്കണമല്ല ഇങ്ങനെ മണം എന്തോരുണ്ടെന്ന് നോക്കട്ടോ. ഇത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഇതുണ്ട്. ഇത് ലൈക്ക് ഗ്ലിറ്റർ കുഴപ്പമില്ല. നമ്മൾ ആ ഷൈൻ വന്നെ ആ ഒരു ഇതിൽ ഇടണം തോന്നുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ മെസ്സൊക്കെ കുഴപ്പമില്ല. കയ്യിലാണെങ്കിലും കാണാൻ പറ്റുന്നില്ലല്ലേ ക്യാമറയിൽ. അപ്പം ചീക്ക് ഷൈന് കുഴപ്പമില്ല. എനിക്ക് അത്ര കവിളിലിട്ടിട്ട് എനിക്ക് എത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ഇതിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇട്ട് അതുകൊണ്ട് ഒരു ഡിമ്മായിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇവിടെ നോക്കണം. ഹൈലൈറ്റർ അങ്ങനെ നോക്കിയത്. ഇനി ഐ ഷാഡോ സ്റ്റിക്കർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലിപ് ക്രയോൺ ഇല്ലേ, അതിൻ്റെ ഒരു രൂപത്തിൽ ഇറങ്ങിയേക്കണം. ഞാൻ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ പ്രൈസ് പറയാൻ വെച്ചു. ഇതിന് 199 തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് പറഞ്ഞല്ലോ. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ അത് മറന്നു പോവാട്ടോ ഷെയ്ഡ് പറയാൻ. ഗോൾഡൻ ആണ് കേട്ടോ ഈ ഷെയ്ഡിൻ്റെ പേര്. ഗോൾഡ്, ക്രീം ഗോൾഡ് കളറിന്. ഈ ഒരു എന്താ ഐഷാഡോ നമ്മുടെ ലിപ് ക്രയോണിൻ്റെ രൂപത്തിലാട്ടോ വന്നത്. നല്ല രസമുണ്ട് ഓക്കെ. എന്നിട്ട് ഇവിടെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഗ്ലാം ഗ്ലൈഡ് ഐഷാഡോ സ്റ്റിക്ക് എന്നാണ് കേട്ടോ. ഇതിന് പ്രൈസ് വന്നിട്ട് 199 ആണ് റുപ്പീസ് വരുന്നത് MRP. ഷെയ്ഡ് 01 ഓക്കെ. ഷാർപ്പീന ഇനി അത് തന്നെ കളർ ഇങ്ങനെയാണ്. ഇതിനകത്ത് മസ്കാരയുടെയും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ സാധനത്തിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു പാക്കേജിങ്ങിൽ തന്നെ സംഭവങ്ങളിലൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഇൻഡ് വരെ ഇങ്ങനെ നിൽക്കണ്ടോ നോക്കാം കേട്ടോ. നിൽക്കണ്ട കേട്ടോ. ഇനി ഇത് പൊട്ടിയ 199 യൂസ് ചെയ്തിപ്പോൾ അത് കണ്ണിലിട്ടിട്ട് സ്പഞ്ച് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്നാക്കി ആസ് യൂഷ്വൽ ഇങ്ങനെ ഇവിടെ ഇത് മറ്റേത് ഫുൾ ഉണ്ടായില്ല. ആദ്യം ഇട്ടാട്ട് പിന്നെ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ പുഷ് ചെയ്താൽ
കൊടുത്തിട്ടുണ്ട്, വായിക്കാനൊന്നും പറ്റാത്തത്. ഐ ഷാഡോ ക്രയോൺ ഷാംപെയിൻ 01 ബാച്ച് നമ്പർ കുറേ യൂസ് ബിഫോർ കണ്ണ് വരെ എടുക്കണം. യൂസ് ബിഫോർ 2027 മുമ്പുണ്ട്, 2027 വരെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ എഴുതിയിരിക്കുന്ന ഗ്ലാം ഗ്ലൈഡ് ഐ ഷാഡോ സ്റ്റിക്ക്. ഓക്കെ, എനിക്കുണ്ടല്ലോ ഇത് ഇച്ചിരി ട്രിക്കിയാണ്. ഇവിടെ സൈഡിലെങ്ങാനും കൊണ്ടു പറഞ്ഞാൽ ഭംഗി പോയി ഭയങ്കര മെസ്സായിട്ട് ഐ ഷാഡോ. ഓക്കെ, കൊള്ളാട്ടോ, വിചാരിച്ചതിലല്ലോ ഷൈൻ ഉണ്ടോ ഇതിന്. ഞാൻ നിങ്ങളെ തെറി വിളിക്കുന്നു വിചാരിക്കരുത്. എനിക്ക് തോന്നുന്നത് ഇച്ചിരി കട്ടിക്ക് എഴുതണേ ഇവിടെ ഇന്ന് കട്ടിക്ക് കഴിഞ്ഞാൽ നല്ലത്. പിന്നെ ഐലൈനറായിട്ട് ഉപയോഗിക്കാമോ? ഈ കൂർത്ത ഭാഗം കൊണ്ടേ സൈഡോട്ട് ചെരിഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇത് ഞാൻ എക്സൈറ്റ്മെന്റ് കൊണ്ട് നേരത്തെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു, അല്ലാതെ ഇത് തുറന്നൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. എനിക്കിത് കണ്ടിട്ട് എനിക്ക് ചേരുന്നൊരു സംശയമില്ലാതെ. ഇതിന് 199 തന്നെ, 199 തന്നെ. എല്ലാം 199 മേടിച്ചൊക്കെ 199 ആണ് ഇപ്പൊ കണ്ടത്. ഇത് നമുക്ക് ഇത് പൊളിച്ചിട്ട് ഈ സ്റ്റിക്കർ പൊളിച്ചിട്ട് ഇതിങ്ങനെ പൊളിക്കാം. ഇതിങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ഈ ക്ലിക്കറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ ഇട്ട് ക്ലിക്ക് ചെയ്യുന്ന സംഭവമൊക്കെ ഇതിൻ്റെ ഷെയ്ഡ് പറഞ്ഞില്ലല്ലേ, ഇതിൻ്റെ ഷെയ്ഡ് 05, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ക്രീം സ്പൈസ് എന്നാണ് കേട്ടോ, 05 എന്നാണ് ഷെയ്ഡ്, 199 പ്രൈസ്. പറഞ്ഞത് എനിക്ക് ഓക്കെ. ഇതിനകത്ത് എൻറിച്ച്ഡ് വിത്ത് വൈറ്റമിൻ ഇ ആൻഡ് ഹൈലറോണിക് ആസിഡ് ഒന്നും കൊടുത്തിട്ടില്ല. ക്ലിക്കറ്റ് ഹൈ ഷൈൻ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ യൂസ് ബിഫോർ 8/2027 ഈ സാധനം ഒട്ടിക്കണേ എനിക്ക് ഇഷ്ടമല്ല. ആ ഐ ഷാഡോന്റെ പാക്കേജിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നില്ല, ക്ലീൻ ഒട്ടിരിക്കുന്നു. അതിൻ്റെ സാധനങ്ങളൊക്കെ ആക്കാം. മറ്റേ നമ്മുടെ
ഒരു ഷെയ്ഡ് കണ്ടിട്ട് മേടിച്ചതിൻ്റെ ട്രയൽ ഉണ്ടായില്ല, കണ്ടില്ല. ഈ ലിപ്സ്റ്റിക്ക് കളഞ്ഞിട്ട് കളഞ്ഞിട്ട് ഇട്ട ലിപ്സ്റ്റിക്ക് കളഞ്ഞിട്ട് വരും. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് എല്ലാം കളഞ്ഞു. എനിക്ക് പെട്ടെന്ന് പിങ്ക് കളറുണ്ട്. പെട്ടെന്ന് അകത്തേക്ക് വരുമ്പോഴേ പിന്നെ തിരിച്ചു കഴിഞ്ഞിട്ടത് പോയോ എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. എനിക്ക് ഞാനേ ഒന്ന് കണ്ണാടി പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ കണ്ണാടി ഉണ്ട്, അത് നോക്കിയിട്ട് ചെറുതായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഓറഞ്ച് പിങ്ക് ഷെയ്ഡാണ്. അത് സുഖമില്ല കേട്ടോ. ലൈക്ക് പുറത്തെ പാക്കേജ് ഇങ്ങനെ ഒരേ അല്ല സംഭവം. അമ്മേനല്ല, അമ്മയ്ക്ക് കുറച്ചുകൂടി കളറുണ്ട്. ഇച്ചിരി കൂൾ ടോണാണ് അമ്മയ്ക്ക്. അമ്മയ്ക്കിട്ട് അമ്മയ്ക്ക് ഒരു ഉപകാരപ്പെടട്ടെ. ഓക്കെ, ഇനി ഇത് അല്ല, അതെത്ര ഉള്ളൂ എത്ര. ഇനി സ്കിൻ ടിൻ്റ് ആണ് SPF 50 PA++. ഓക്കെ, സ്റ്റുഡിയോൻ്റെ ഗ്ലോ അപ്പ് വൈറ്റമിൻ C ആൻഡ് ഹൈലറോണിക് ആസിഡ്. ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളും വരുന്നത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. 199 തന്നെയാണ് ഇതിൻ്റെ പ്രൈസും. ഓക്കെ, ഇത് ഇതിന് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് 06 ടാൻ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ്. ഓക്കെ, 06 ടാൻ. ഇതാണ് എൻ്റെ ഷെയ്ഡ്. എനിക്ക് കണ്ടിട്ട് എൻ്റെ ഷെയ്ഡായിട്ട് സിമിലറായിട്ട് തോന്നി. ഇതിൻ്റെ ട്രയലൊന്നും ഉണ്ടായില്ല അവിടെ. ഇതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, എന്തുവാ ടോഫി എന്നുണ്ട്. അത് എൻ്റെ എക്സാക്ട് സെയിം ഷെയ്ഡായിരുന്നു, എക്സാക്ട് സെയിം ഷെയ്ഡ്. പക്ഷെ അത് ട്രയൽ മാത്രമേ ഉണ്ടായുള്ളൂ, അല്ലാതെ ഉള്ളവരൊക്കെ അല്ലാതെ പാക്കറ്റ് ലൈക്ക് പാക്കഡ് ആയിട്ടുള്ള സാധനം ആൾക്കാർക്ക് ബാക്കിയൊക്കെ ഈ വശം കൂട്ടാനുള്ള മറ്റേ. ഓക്കെ, ഇതിന് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത് പൊട്ടിക്കാം. ഇത് ലൈക്ക് SPF, ടിൻഡർ SPF ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞിത്തോള നടുക്ക്. ഓക്കെ, നമുക്ക് ഇരിക്കാം. ശരി, ലൈറ്റ് ആണെന്ന് തോന്നുന്നു. ലൈറ്റ് ഷെയ്ഡാക്കി കേട്ടോ. ഫേസ് എത്ര
കുറച്ചുകൂടെ ഡാർക്ക് തോന്നുന്നു. ഗ്ലോ ഉണ്ട് അല്ല അങ്ങനെ എനിക്ക് സെറ്റ് അല്ല. ഒരു അല്ലാത്തൊരു ഷെയ്ഡോ മുഖത്തിട്ടിട്ട് കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ ലൈറ്റ് അടിക്കുന്നില്ല. കഴിഞ്ഞ അപ്പനെ പോലെ കപ്പൽ പോണം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് ടാൽക്കം പൗഡർ ഇത് SPF ആണ് കേട്ടോ. ടു ഡാർക്ക് ഫോർ മീ. എനിവേസ് ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ ഹോള്, സ്റ്റുഡിയോ ഹോള്. ഇനി ഇന്ത്യയിൽ വേറെ സ്റ്റുഡിയോ പ്രൊഡക്റ്റ് ഉണ്ട്, അതും കാണിച്ചില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ സൺസ്ക്രീൻ. ഇത് സ്റ്റുഡിയോൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്, കാണിച്ചു തരാം. പിന്നെ നിങ്ങളൊന്നും അവിടെ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് സ്റ്റുഡിയോ നോക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ക്ലിയർ ലിപ് ഗ്ലോസ് ആയിരുന്നു. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പിന്നെ എൻ്റെ ബീബിയുടെ അടുത്തും കളറായതാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ക്ലിയർ ക്രിസ്റ്റൽ എന്നാണ് കേട്ടോ. G01 ആണ് എൻ്റെ ഷെയ്ഡ്. ക്ലിയർ ആയിരുന്നു നേരത്തെ. എൻ്റെ ഗ്ലോസ് ആണ് ഞാൻ കയ്യിൽ കാണിച്ചത്. ഓക്കെ, നല്ല ഗ്ലോസ് തന്നെയാണ്. കളറാവുന്ന കൊണ്ടുള്ള ഒരു പ്രശ്നമുള്ളൂ. കണ്ടോ, ഇതാണ് ഗ്ലോസ്. എനിക്ക് ഹൈലൈറ്റർ ഇല്ല സമയത്ത് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്ത സാധനങ്ങൾ കുഴപ്പമില്ല, നല്ലൊരു സംഭവം. ഇതാണ് പറഞ്ഞ മസ്കാര. ഇതില് ഇപ്പോഴും കേളായിട്ടിരിക്കുന്നത്. നമുക്ക് ഇത് ഇപ്പം ഇട്ടോ. ഇതിന്റെ ടിപ്പ് കണ്ടോ, വെള്ള സ്ഥലമുണ്ട് കണ്ട, ഒരല്ലാത്തൊരു ഷേപ്പ്. അത് ഒത്തിച്ചാനെ പൊന്തിയൊക്കെ ഉണ്ട്. ഇതിലേതാ നല്ലത് നോക്കുവാണെങ്കിൽ ഈ കേളിങ് ഓയിൽ. ഇത് വോളിയമൈസിങ് മസ്കാരയാണ് കേട്ടോ. സ്റ്റുഡിയോന്റെ വോളിയമൈസിങ് ആൻഡ് ലെങ്തനിങ് മസ്കാര. ബ്ലാക്ക് ആണ് കൊള്ളാലേ മസ്കാര. ഇനി ഈ ഒരു ഷെയ്ഡിന് ഉപയോഗിച്ച് കണ്ടോ, ഇത് സൈഡിലൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വരുമ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഒരു ടാസ്ക്കാണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് സെറ്റപ്പ് ഷെയ്ഡാണ്. കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇതിലേക്ക് ഫുള്ളായിട്ട് എൻ്റെ ചുണ്ടിലിട്ടാൽ വാഷ് ഔട്ട് ആവും ചെറിയ രീതിക്ക്. വേറെ ഞാൻ ഇതും പിന്നെ ഡാസ്ലറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന DLC ഞാൻ കാണാൻ പാടാട്ടോ. DLC02 ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് പറഞ്ഞില്ല. ഇതിൻ്റെ ഷെയ്ഡ് മാറ്റ് റിച്ച് വൈൻ R1 ആണ്. എൻ്റെ സ്കൂളിലുള്ള പിള്ളേർക്ക് ലിപ്സ്റ്റിക്ക് ഫേവറേറ്റാണ്. കൊണ്ടിട്ടൊക്കെ എൻ്റെ പരിപാടികളൊന്നും ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ ഇടാനായിട്ട് ഇത് സെറ്റപ്പ് ആട്ടാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ് ഇത്. കൂൾ ടോൺ ആയാലും എനിക്ക് തോന്നുന്നു ഡസ്കി വാം ടോൺ അങ്ങനത്തെ ഒക്കെ ഷെയ്ഡ്
ഇതിന് 199 ആയിരുന്നു ഞാൻ മേടിച്ചപ്പം. 199. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മേടിച്ചപ്പോൾ 99 ആയിരുന്നു. ഞാൻ മേടിച്ച മാത്രം 199. ഈ അങ്കമാലി സ്റ്റുഡിയോ നട്ടോ ഒക്കെ മേടിച്ചത് അവിടെ 199 ആയിരുന്നു. പിന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടാണ്. നമ്മുടെ ഇവിടുത്തെ സ്കിന്നും നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കുറച്ചുകൂടെ വൃത്തിച്ചിരിക്കുക. ഇവിടെ കുറച്ച് ടാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇച്ചിരി കളർ കുറഞ്ഞിരിക്കില്ലേ, ഡിമ്മായിട്ട്. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. നമ്മുടെ ഇവിടുത്തെ സ്കിന്നിൻ്റെ കളറല്ല ഇവിടുത്തെ സ്കിന്നിൻ്റെ കളറല്ല ഇവിടുത്തെ സ്കിൻ. ഞാൻ എന്തോ ചെയ്തു, ഇവിടെ വരച്ച് നോക്കിയപ്പോൾ നല്ല ഷെയ്ഡാണ്. ഇതാണ് ലിറ്ററലി എനിക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല ഷെയ്ഡ് ഉണ്ട് നോക്കുമ്പോൾ അല്ലേ. ഇവിടെ ഇറ്റ് കംസ് ടു മൈ ലിപ്സ്. ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഇരിക്കുന്നു? സൂപ്പറല്ലേ? ഇതിൻ്റെ എനിക്ക് ഈ ഷെയ്ഡ് പൈസ അബദ്ധമായി പോയെന്ന് എനിക്ക് തോന്നിട്ടോ. അത്രയ്ക്കും വൃത്തിയായിട്ട് ഷെയ്ഡ് കണ്ട. സൂപ്പറല്ലേ? ഇത് ഡസ്റ്റിയാണ്. അങ്ങനത്തെ സ്കിൻ ടോണിലൊന്നും ഇത് പറ്റൂല കേട്ടോ. ഓൺ എക്സ്പീരിയൻസും റിവ്യൂവാണ് പറയുന്നത്. അതുകൊണ്ട് ഇതെന്തായാലും വാഷ് ഔട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ മറ്റേ പ്ലം ലിപ്സ് ചെയ്യാറ്. ലിപ്സിൽ ആ ഒരു ഇത് ചെയ്യില്ലേ, എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. പ്ലം ലിപ്സ് ലിപ്സ്റ്റിക്ക് ആ ഒരു ടെക്നിക്കാണ് ചെയ്യാറ്. അങ്ങനെ തോന്നുന്നു. ഞാനങ്ങനെ ഇടയ്ക്കാണ് ചെയ്യും. ഞാൻ കല്യാണത്തിന് മുമ്പ് ഇടുന്നുണ്ട്. അതെങ്ങനെയാണ് കാണിച്ചു കേട്ടോ ആ സമയത്ത് വീട്ടിൽ പോകുമ്പോൾ. അപ്പം അതിനത് ചെയ്യുമ്പോൾ വെച്ചാൽ ഒരു ഡാർക്ക് ലിപ് ലൈനർ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. പിന്നെ ഉള്ളിൽ നമുക്ക് വാഷ് ഔട്ട് ചെയ്യണ ഒരു ഷെയ്ഡ്. അപ്പോൾ നമ്മുടെ ചുണ്ട് കുറച്ച് പ്ലംപ് ആയിട്ടിരിക്കും കാണുമ്പോൾ. നമുക്ക് ഈ ചുണ്ടുള്ളവരൊക്കെ ട്രൈ ചെയ്യാൻ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കും. ഇതിനകത്ത് കാണിച്ചാൽ കഴിയോ അതുപോലെ പിന്നെന്താ, അത്രേ ഉള്ളൂ ഞാൻ മേടിച്ചത്. ഇത് ഞാൻ ഇതിൻ്റെ സ്റ്റുഡിയോയിൽ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. സ്റ്റുഡിയോൻ്റെ മാത്രം ഇത്രയും മാത്രം പ്രൊഡക്റ്റ്സ് ഉണ്ട്. ഞാനിതെല്ലാം മടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അവിടെ ഫുള്ള് മെസ്സായിട്ട് നോക്കാം കേട്ടോ. ഇത്രയും മാത്രം പ്രൊഡക്റ്റ് ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. പിന്നെ ഈ ഒരു പൗച്ച് ഇതും സ്റ്റുഡിയോ തന്നെയാണ്. ഇത് കുഞ്ഞിതായതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു സംഭവമാണ്. ഇത്രയും സംഭവങ്ങളാണ് മേടിച്ചത് കേട്ടോ. ഇതിന് 400 ആണോ അത്ര സംതിങ് ആയി തോന്നുന്നു. ഇവിടെ ഉണ്ടോ സ്റ്റുഡിയോ ഹെട്ടെ. അങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഏതാണ്ട് ഇതിനകത്ത് ഏത്
എടുക്കാന്ന് പറഞ്ഞില്ലേ, എടുത്ത് പറഞ്ഞില്ലേ, അത് ചൈനയാണ്. അപ്പം അത് അത്രേ ഉള്ളൂ. വീഡിയോ കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം തന്നെ കുറേ മിനിറ്റായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്